വട്ടമ്പലത്താണ്. വട്ടമ്പലത്ത് ഒരു പുതിയ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ടു ഫാമിലി ടൈൽസ്. ഞാൻ രൂപേഷ്. അപ്പോൾ നമ്മളുള്ളത് വട്ടമ്പലത്താണെന്ന് പറഞ്ഞു. വട്ടമ്പലത്ത് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് കരിങ്കലത്താണ് റോഡിൽ, അതായത് പെരിന്തൽമണ്ണ റോഡിൽ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടുക. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, പുതിയതായിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൊറോട്ടയും അതേപോലെ ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ചിക്കൻ മസാല എന്ന് പറയുന്നത് ഏകദേശം ഒരു ബട്ടർ ചിക്കൻ്റെ ഒക്കെ ടൈപ്പ് ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു ഐറ്റമാണെന്നാണ്. നമ്മൾ 2 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേർക്ക് ഒരു പോർഷൻ, അതായത് ഒരു ക്വാർട്ടർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ വിശാലമായി കഴിക്കാനുള്ള ഒരു ഗ്രേവിയും അതേപോലെ ചിക്കനൊക്കെ അതിലുണ്ട്. ചിക്കൻ്റെ ഈ മസാല എന്ന് പറയുന്ന ഐറ്റം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പൊതുവേ ഞാനൊരു ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ആരാധകനാണ്. ഇച്ചിരി ഒരു മധുരമുള്ള ടൈപ്പ് ചിക്കൻ കറിയൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതും ആ ഒരു ടൈപ്പ് ചിക്കൻ കറി ആയതുകൊണ്ട് വളരെയധികം ആസ്വദിച്ച് ഞാൻ കഴിക്കുകയുണ്ടായി. കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ആൾ കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ എരിവിൻ്റെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആറ്റാശ്ശേരി കള്ളുഷാപ്പിലെ വീഡിയോ. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളാണ് അല്ലേ. ഇവിടെ പൊറോട്ട എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അത് ചൂടോടെ, അതായത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരാമെന്നുള്ളത് ആ ഒരു ഫ്രഷ്നെസ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ചിക്കൻ ആണെങ്കിലും അതേ കറി ഗ്രേവി ആണെങ്കിലും അതേ പൊറോട്ട ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവെ പുതിയൊരു ഹോട്ടലായതുകൊണ്ട് നിങ്ങൾ ആരും ഇവിടെ കയറിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വെജിറ്റേറിയൻ ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഒരു കഫേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ള ഒരു അടിപൊളി ഷോപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പാരമൗണ്ടിൽ കയറാൻ മറക്കണ്ട. റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേയാണ്. ഓണത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മളവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ മാവേലി അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.